ഇത് ഹൈലി കണക്ട് ചെയ്തിരിക്കുന്നത് പേയ്മെൻറ്റ് സിസ്റ്റമായിട്ടാണ്. അപ്പോൾ AI പോലുള്ള സിസ്റ്റത്തിന് പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ അല്ലെങ്കിൽ പെട്ടെന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്തൊരു സിസ്റ്റമാണ്. ഒരുപാട് ത്രെട്ടാണ് അതിലുള്ളത്. ചെറിയ മിസ്റ്റേക്ക് പോലും വലിയ റവന്യൂ ലോസ് ഉണ്ടാക്കുക എന്ന് പറയുന്ന സമയത്തോളം ഹായ് ഗൈസ്, നമുക്കറിയാമല്ലോ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയുടെ വൈറ്റൽ പാർട്ടാണ് മെഡിക്കൽ കോഡിങ്. പ്രോപ്പറായിട്ടുള്ള കോഡിംഗ് ആണ് പ്രോപ്പർ ബില്ലിങ്ങിലോട്ടേക്കും പ്രോപ്പറായിട്ട് പ്രൊവൈഡേഴ്സിന് റീഇംബേഴ്സ്മെൻറ്റ് ചെയ്യാനും ഇൻഷുറൻസിൻ്റെ ആ ഒരു പ്രോസസ്സ് നോർമൽ ബിസിനസ് സ്റ്റെബിലൈസേഷൻ നടക്കാൻ ഈ ഒരു പ്രോസസ്സ് വളരെ സ്മൂത്തായിട്ട് നടക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു നോട്ട് ആൻ ഈസി ടാസ്ക്. അപ്പം ഈ ഏരിയയിൽ അല്ല മെഡിക്കൽ കോഡിംഗ് സെക്ടറിൽ അല്ലെങ്കിൽ മെഡിക്കൽ കോഡേഴ്സിന് വേണ്ടിയിട്ടുള്ള 7 സ്കില്ലുകളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ സെഷൻ. അപ്പോൾ അവരിൽ ഉണ്ടാവേണ്ട സ്കിൽ അല്ല അവരത് മോൾഡ് ചെയ്തെടുക്കേണ്ട സ്കിൽ, ഇങ്ങനെ അവരുടെ ആ ഒരു സ്കിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് കരിയറിൽ ഗ്രോത്ത് ഉണ്ടാക്കാനുള്ള കാര്യത്തിൽ വളരെ എളുപ്പത്തിൽ സ്മൂത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകാനും കഴിയുന്ന കുറച്ച് പോയിന്റുകൾ 7 പോയിന്റുകളാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ഒരു സ്കിൽ അറ്റൻഷൻ ടു ഡീറ്റെയിൽ. നമുക്കറിയാമല്ലോ നമ്മുടെ പേഷ്യൻ്റെ ഫയലിൽ പലതരത്തിലുള്ള മെഡിക്കൽ ഡയഗ്നോസുകൾ ഉണ്ടാവും, മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വേണ്ട ഒരു ക്രിട്ടിക്കൽ സ്കില്ലാണ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്. സിസ്റ്റം പറയുന്ന പോലെ തന്നെ ഇത് കൺവേർട്ട് ചെയ്യുന്ന എന്താ പറയുക പേഷ്യൻ്റ് ഡാറ്റ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് മെഡിക്കൽ കോഡിംഗ് നമ്മൾ പറയാറുണ്ട്. അപ്പം ഈ ഒരു സിസ്റ്റമിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഓരോ പറഞ്ഞ ഡയഗ്നോസിസും സർജറീസ് പറഞ്ഞ പലതരത്തിലുള്ള പ്രൊസീജിയേഴ്സും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു അത് പ്രോപ്പറായിട്ട് കോഡ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ അവിടെ സംഭവിക്കുക എന്ന് വെച്ചാൽ നമുക്കറിയാം ഇത് കംപ്ലീറ്റ്ലി കണക്ട് ചെയ്തിരിക്കുന്ന റവന്യൂ സൈഡിലേക്കാണ്. ചെറിയ മിസ്റ്റേക്ക് പോലും വലിയ റവന്യൂ ലോസിലോട്ടേക്ക് ലീഡ് ചെയ്യും അല്ലേ. മാത്രമല്ല US ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ അതൊരു ലീഗൽ സൈഡിലും കൂടെ എന്താ പറയുക ആസ്പെക്ട്സിലോട്ട് വരെ പോകുന്ന ഇഷ്യൂ ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രോപ്പറായിട്ട് കോഡ് ചെയ്ത് അല്ലെങ്കിൽ പ്രോപ്പർ എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് അനലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഡെവലപ്പ് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്കിൽ. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലായി ഇത് ഹൈലി കണക്റ്റഡ് ആണ് റവന്യൂ ആയിട്ട്. എന്ന് വെച്ചാൽ ചെറിയ മിസ്റ്റേക്ക് പോലും വലിയ റവന്യൂ ലോസ് ഉണ്ടാക്കും എന്ന് പറയുന്നത് നമുക്ക് തന്നെ അറിയാം. അപ്പം ഇതിലൊക്കെ AI പോലുള്ള സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിൽ പോസിബിലിറ്റി വരിക എന്നുള്ളത്. പക്ഷെ വലിയ ലോസാണ് വരിക. അങ്ങനെ ഒരു സിസ്റ്റത്തിലോട്ടേക്ക് ഈസിലി മാനേജ് ചെയ്യാൻ കഴിയുന്നതല്ല. എന്ന് വെച്ചാൽ ചെറിയ മിസ്റ്റേക്ക് പോലും വലിയ റവന്യൂ ലോസിലേക്ക് പോകും. അപ്പോൾ അത് നമ്മൾ ഡീൽ ചെയ്യുന്നത് പേഷ്യൻ്റ് ഡാറ്റയാണ്, ഹെൽത്ത് ഡാറ്റയാണ്. ഒരുപാട് കൺസേൺ ആണ് ആ ഏരിയയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് മനസ്സിലാവുന്നത്. രണ്ടാമത് വേണ്ട ഒരു സ്കിൽ അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ മെഡിക്കൽ പ്രൊസീജിയേഴ്സും മെഡിക്കൽ ഡയഗ്നോസിസ് അല്ലേ അത് നമ്മൾ കണ്ടു. അപ്പോൾ ഈ പറയുന്ന നമ്മൾ കാണുന്ന ടേമുകളെല്ലാം പലതരത്തിലുള്ള മെഡിക്കൽ ടെർമിനോളജീസാണ്. അപ്പോൾ ആ മെഡിക്കൽ ടെർമിനോളജീസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അടുത്തറിയേണ്ട ഒരു സ്കിൽ അല്ലേ. നമുക്കിവിടെ പിക്ചറിൽ കാണാം, വ്യത്യസ്തമായിട്ടുള്ള ഞാൻ പിക്ചർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ പിക്ചറിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ചിലത് അസുഖമാണ്, ചിലത് ടെസ്റ്റാണ് അല്ലേ, ചിലത് ആ പ്രൊസീജിയേഴ്സ് ആയിട്ട് പോകുന്നതാണ്. നമ്മൾ പറയാറുണ്ട് മെഡിക്കൽ ടെർമിനോളജീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് നമ്മളത് ഡെമോൺസ്ട്രേഷനിലൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാറുണ്ട്. വളരെ എളുപ്പത്തിൽ വേർഡുകൾ മനസ്സിലാക്കാൻ ടേമുകൾ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് വേർഡ് തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ടേം നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റും. ഇപ്പോൾ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ എൻഡിലോട്ടേക്കായിട്ട് നമ്മളതിൻ്റെ സഫിക്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിലേക്ക് പോകാത്തതുകൊണ്ടാണ്. അല്ല ആർത്രോ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട റൂട്ട് വേർഡ് എല്ലാത്തിലും ആർത്രോ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ സഫിക്സ് ആണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സഫിക്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിഫറൻസ് അല്ലെങ്കിൽ മീനിങ്ങിൽ ഉണ്ടാകുന്ന ഡിഫറൻസ്. ആർത്രോ എന്ന് പറയുന്ന ടേമിൻ്റെ മീനിങ് ജോയിൻ്റ് ആണ് അല്ലേ. കൈയിൻ്റെ മുട്ട്, കാലിൻ്റെ മുട്ട് ഇതൊക്കെ വ്യത്യസ്തമായ ജോയിൻ്റ് ആണ്. അപ്പോൾ എല്ലാത്തിലും ജോയിൻറ്റ് പാർട്ടിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കണക്ട് ചെയ്യുന്നത്. അപ്പം ഇതിൽ ഓരോ ഏരിയയിലും എന്താ പറയുക വരുന്നതിനനുസരിച്ച് അതിൻ്റെ സഫിക്സ് മാറുന്നതിനനുസരിച്ച് അതിൻ്റെ മീനിങ് മാറുന്നു എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഐറ്റിസ് വന്ന സമയത്ത് ആർത്രൈറ്റിസ് ആയി ടേമായി. ഏതൊരു പദത്തിൻ്റെ കൂടെയും ഐറ്റിസ് എന്ന് പറയുന്നൊരു സംഭവം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോ അവിടെ എന്തുണ്ട് ഇൻഫെക്ഷൻ ഓർ ഇൻഫ്ലമേഷൻ ഉണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ഒരുപാട് ഐറ്റിസുകൾ പറയാൻ പറ്റും. ആർത്രൈറ്റിസ്, ഗ്യാസ്ട്രൈറ്റിസ്, സെല്ലുലൈറ്റിസ് അങ്ങനെ ഐറ്റിസുകൾ ഒരുപാടുണ്ട്. സ്കോപ്പി, ഞാൻ ഈ ഐറ്റിസ് മാറ്റി പകരം സ്കോപ്പി ആയ സമയത്ത് ആർത്രോസ്കോപ്പി ആയി. ആർത്രോ എന്ന് പറയുന്നത് ജോയിൻറ്റ് നമ്മൾ ഉറപ്പിച്ച് കഴിഞ്ഞതാണ്. സ്കോപ്പി എന്ന് വെച്ചാൽ സംതിങ് വിഷ്വലൈസ് ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു ജോയിൻറ്റ് പാർട്ടിലൂടെയും നമ്മളിവിടെ സ്കോപ്പ് ഇട്ടിട്ട് പുറത്ത് നമുക്ക് കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യാം വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ആർത്രോസ്കോപ്പി. ഐറ്റിസ് മാറ്റി സ്കോപ്പി മാറ്റി സെയിം ആർത്രോ തന്നെ. അപ്പോൾ ആർത്രോപ്ലാസ്റ്റി സെയിം ഇതേപോലെ തന്നെ പോവാണ്. അപ്പോൾ സ്കോപ്പി മാറ്റി പ്ലാസ്റ്റി ആവുന്നു. ജോയിൻറ്റ് തന്നെയാണ് ആർത്രോ. ഇവിടെ നമ്മൾ ആർത്രോ ഉണ്ടാലും ഉറപ്പിക്കണം അത് ജോയിൻറ്റ് പാർട്ടിലേക്ക് ചെയ്യുന്ന സംഭവമാണ്. സെയിം സംഭവം എന്ത് ചെയ്യും ആർത്രോപ്ലാസ്റ്റി. പ്ലാസ്റ്റി എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് സർജിക്കൽ റിപ്പയർ ആണ്. ജോയിൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു സർജറി ചെയ്തിട്ട് റിപ്പയർ ചെയ്യുന്നു. സെയിം ആർത്രോ സെയിം ജോയിൻറ്റ് തന്നെയാണ് ചെയ്യുന്നത്. എന്താ അവിടെ ചെയ്യുന്നത് സിന്തസിസ് ആണ്. സംതിങ് അവിടെ നിന്ന് എന്ത് ചെയ്യുക ടാപ്പ് ചെയ്യുക, അതിനാണ് നമ്മൾ സിന്തസിസ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ സിന്തസിസ് വന്നു കഴിഞ്ഞാലും അവിടെ നിന്ന് എന്ത് ചെയ്യുക ആസ്പിറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ടാപ്പ് ചെയ്തെടുക്കുക എന്നുള്ള മീനിങ് ആണ്. ഇപ്പോൾ അബ്ഡോമിനോ സിന്തസിസ് അങ്ങനെ ഒരുപാട് സിന്തസിസുകളുണ്ട്. അമിനോ സിന്തസിസ്. ഇപ്പോൾ ആർത്രോപ്ലാസ്റ്റി ആണെങ്കിൽ വേറെയും പ്ലാസ്റ്റിക്കുകളുണ്ട്. എന്താ പറയുക നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട് വരുന്ന പ്ലാസ്റ്റി ആൻജിയോപ്ലാസ്റ്റി. വളരെ എളുപ്പത്തിൽ
ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയൊരു പാട്ടാണ്, പഠിക്കാൻ പറ്റിയൊരു പാട്ടാണ്. അപ്പോൾ നമ്മളത് ബൈഹാർട്ട് ചെയ്യുക കാര്യങ്ങളൊന്നുമല്ല, ഞാൻ വളരെ ഫാസ്റ്റായിട്ടാണ് ഇപ്പം പോയിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു സ്കിൽ ഏരിയയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ ജസ്റ്റ് പറയാൻ വേണ്ടി മാത്രമാണ് ഇതിലേക്ക് ഇപ്പം ആഡ് ചെയ്തത്. അപ്പോൾ അതങ്ങനെ ആർത്രോപ്ലാസ്റ്റി, ആൻജിയോപ്ലാസ്റ്റി അങ്ങനെ ആ ഒരു നേരം അങ്ങനെ പോകും. അപ്പോൾ ഇവിടെ ഈ ഒരു സഫിക്സുകളുടെ മീനിങ് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നു. റൂട്ട് വേർഡുകളൊക്കെ നമുക്ക് എന്താണ് കോമൺ ആണ്, നമ്മൾ പലതും കേട്ടതും എന്താ പറയുക ഹോസ്പിറ്റൽ സെറ്റിങ്സ് ആയിട്ട് നമ്മൾ അറിഞ്ഞതൊക്കെ ഉള്ള വേർഡുകളാണ്. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഞാൻ നമ്മൾ പറയാമല്ലോ, ഇത് ഞാൻ ജസ്റ്റ് ഇതിലേക്ക് സ്കില്ല് ഐഡൻറ്റിഫൈ വേണ്ടി മാത്രം ഇതിലേക്ക് എന്താണ് ജസ്റ്റ് ആഡ് ചെയ്തതാണ്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡെമോ സെഷനിൽ ഇതിനെ പറ്റി എങ്ങനെ എളുപ്പത്തിൽ ഈ ടെർമിനോളജി ഐഡിയ പഠിക്കാം അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. മൂന്നാമത് നമുക്ക് വേണ്ടത് കോഡിംഗ് സിസ്റ്റത്തെ പറ്റി അറിയാമെന്നുള്ളതാണ്. ICD, ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ്, അസുഖങ്ങളുടെ മാത്രം ക്ലാസിഫിക്കേഷൻ നമ്മൾ കോഡ് ചെയ്യുന്ന ICD ബുക്ക് വെച്ചാണ്. അതുമായി ബന്ധപ്പെടുത്തിയുള്ള ഗൈഡ് ലൈൻസ് കറക്റ്റ് ഫോളോ ചെയ്യുക, ചാപ്റ്റർ വൈസ് ആയിട്ട് ഫോളോ ചെയ്യുക. അതാണ് ഏറ്റവും ഫസ്റ്റിലത്തെ ഏരിയ അല്ലേ. കംപ്ലീറ്റ് അസുഖങ്ങൾ നമ്മൾ നേരത്തെ കണ്ടില്ല, ആർത്രൈറ്റിസ് അല്ലെങ്കിൽ അപ്പൻഡിസൈറ്റിസ് ഒക്കെ വരുന്ന ഏരിയ ഒക്കെ നമ്മൾ കംപ്ലീറ്റ് കോഡ് ചെയ്യുന്നത് ആ ഒരു ഏരിയ എന്നാണ്. അത് പറഞ്ഞ പോലെ ഡിക്ഷണറി പോലെയുള്ള ICD പുസ്തകം നിങ്ങൾക്ക് കാണാം. അത് നമ്മളെന്താ പറയുക, ഇത് ഗൈഡ് ലൈൻ ഫോളോ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു സിനാരിയോ നമ്മൾ പ്രാക്ടീസ് ചെയ്യും. പിന്നെ സെക്കൻഡാണ് കറണ്ട് പ്രൊസീജിയർ ടെർമിനോളജി അല്ലേ. അസുഖങ്ങൾ മാത്രമല്ല, നമുക്ക് എന്തുണ്ട് പലതരത്തിലുള്ള ടെസ്റ്റും പലതരത്തിലുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ. എക്സ്റേ, CT സ്കാൻ, MRI അങ്ങനെ ഒരു ഏരിയ ഉണ്ട്, അനസ്തേഷ്യ, പലതരത്തിലുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം ബാക്കി വരുന്ന എല്ലാ പ്രൊസീജിയേഴ്സും വരുന്നത് മെയിനായിട്ട് എന്താണ് CPT കറണ്ട് പ്രൊസീജിയർ ടെർമിനോളജിയിലാണ്. അപ്പം അതിന് വേറെ തന്നെ ഒരു പുസ്തകം. മൂന്നാമത് അല്ലെ അസുഖങ്ങളായി പലതരത്തിലുള്ള ടെസ്റ്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ ആയി അല്ലേ, എന്നാലും കംപ്ലീറ്റ് ആയിട്ടില്ല. ബാക്കി എന്തുകൂടെ ഉണ്ട്, കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സും സപ്ലൈസ്, അത് അഡീഷണൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആസ് പെർ നീഡ് അനുസരിച്ചാണ് അതൊക്കെ വരുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഫോളോ ചെയ്യാൻ പറ്റും. ഹെൽത്ത് കെയർ കോമൺ പ്രൊസീജിയർ കോഡിംഗ് സിസ്റ്റം എന്ന് പറയുന്ന മൂന്നാമത്തെ പുസ്തകം. ഇതാണ് ഈ ഒരു 3 പുസ്തകം വരുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, പരിചയപ്പെടുന്നു, ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുന്നു. ഇതാണ് നമുക്ക് വേണ്ട മൂന്നാമത്തെ സ്കിൽ. ഇതിൻ്റെ എക്സാമിന് നമ്മൾ ഉപയോഗിക്കുന്ന പുസ്തകത്തിൽ പെട്ടതാണ് ഈ ഒരു 3. ഓപ്പൺ ബുക്കാണ് നമുക്ക് ഇതിൻ്റെ എക്സാം എന്നറിയാം. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന പുസ്തകങ്ങളാണ് ഈ 3 പുസ്തകങ്ങൾ. അപ്പം ഈ ഒരു സിസ്റ്റം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മൂന്നാമത്തെ സ്കിൽ. നാലാമത്തെ സ്കിൽ അല്ലേ, നമുക്കറിയാം നമ്മുടെ പേഷ്യൻ്റ് ചാർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഏറ്റവും വേണ്ട ഒരു ക്രൂഷ്യലായിട്ട് വേണ്ട ഒരു സ്കില്ലാണ് അനലിറ്റിക്കൽ സ്കിൽ അല്ലെ. നമ്മൾ പേഷ്യൻ്റ് ചാർട്ട് അനലൈസ് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പലതരത്തിലുള്ള മെഡിക്കൽ ടെർമിനോളജീസ് ആണെങ്കിലും അല്ല ICDയിലെ സിസ്റ്റത്തിലൊക്കെ തൊട്ടുമുന്നേ പരിചയപ്പെട്ട കോഡുകൾ, ഇതൊക്കെ നമ്മൾ പ്രോപ്പർ സിനാരിയോ അല്ലെങ്കിൽ പ്രോപ്പർ സിസ്റ്റം ഫോളോ ചെയ്യാണ്. നമ്മൾ നേരത്തെ പഠിച്ച ഗൈഡ് ലൈനൊക്കെ ഇതിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അല്ല. ഓരോ സിനാരിയോ വെച്ച് ചെയ്ത് നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. മോക്ക് പ്രിപ്പറേഷൻ സമയത്തും എന്താ പറയുക, ഇതുവരെ ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് അനലൈസ് ചെയ്യാൻ കഴിയും. ഈ സ്കിൽ എന്ന് പറയുന്നതില്ല, നമ്മളിപ്പം പ്രോപ്പർ ഒരു ഡോക്യുമെൻറ്റേഷൻ പാർട്ടിൽ അല്ലെങ്കിൽ എന്താ പറയുക ഒരു പേഷ്യൻ്റെ ഡാറ്റയിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് കോഡ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ഫിൽട്ടർ ചെയ്തിട്ട് ഗൈഡ് ലൈൻ അപ്ലൈ ചെയ്തിട്ട് മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു അനലിറ്റിക്കൽ സ്കില്ലിൻ്റെ സൈഡിൽ നമുക്ക് സംബന്ധിച്ചിടത്തോളം നമ്മുടെ റോളുള്ളത്. ഇത് ക്രൂഷ്യൽ സ്കിൽ തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പാർട്ട് കോഡിംഗ് എന്നുള്ളതല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു പാർട്ടാണ് കമ്മ്യൂണിക്കേഷൻ പാർട്ട്. കോഡിങ്ങിൽ സംബന്ധിച്ചിടത്തോളം അല്ലെ, നമുക്കറിയാം നമ്മൾ ഇവിടെയുള്ള മൾട്ടിനാഷണൽ കമ്പനികളാണെങ്കിലും ഒക്കെ നമ്മൾ ജോബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ വരുന്ന നമ്മുടെ കൊളീഗ്സ് ആയിട്ട് നമ്മുടെ ടീമായിട്ട് വരുന്ന കമ്മ്യൂണിക്കേഷൻ പാർട്ടാണ് ഇവിടെ നമുക്ക് ശരിക്കും വരാണെങ്കിൽ മെയിൻ റോളിൽ വരുന്നത് അല്ല. ബാക്കി വരുന്ന നമ്മൾ മുന്നിൽ പേഷ്യൻ്റ് ചാർട്ടാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേഷൻ പാർട്ട് വലിയ ഒരു റോളിലേക്ക് വരുന്നില്ല. ബട്ട് ബാക്കിയുള്ള US ആണെങ്കിലും ബാക്കിയുള്ള GCCയിൽ ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ ആണെങ്കിലും അല്ലെ, നമ്മൾ എന്തുകൊണ്ടും മെഡിക്കൽ കോഡിംഗ് എന്നുള്ളത് മാത്രമല്ല എന്തുകൊണ്ടും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു പാർട്ടാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പാർട്ട്. എന്നുവെച്ചാൽ നമ്മൾ പലതരത്തിലുള്ള ഇപ്പോഴത്തെ ഒരുപാട് ഓൺലൈൻ സോഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ലേൺ ചെയ്യാൻ, കമ്മ്യൂണിക്കേഷൻ പാർട്ട് ഇമ്പ്രൂവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ എന്താ പറയുക സ്പീക്ക് ചെയ്യാനുള്ള സോഴ്സും എല്ലാം ഒരുപാട് ആ ഒരു എന്താ പറയുക ലിസണിങ്ങിനും എല്ലാം നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ കേട്ട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അനലൈസ് ചെയ്തിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ പാർട്ടും കൂടെ ഇമ്പ്രൂവ് ചെയ്യണം. ഇമ്പ്രൂവ് ചെയ്യണമെന്ന് വെച്ചാൽ അത് നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂ ക്രോസ് ചെയ്യുക എന്നുള്ളതല്ല, അത് നമ്മളിപ്പോൾ നമ്മുടെ കരിയർ അപ്പ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അബ്രോഡ് പോകുന്നവരുണ്ടാവും, ഇവിടെ തന്നെ ആണെങ്കിൽ കമ്പനികളാണെങ്കിൽ നമുക്ക് അവിടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായി കഴിഞ്ഞാൽ, കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ എന്താ പറയുക അവർ അല്ലെങ്കിൽ ഒരു TL അല്ലെങ്കിൽ എന്താ പറയുക അല്ലെ, നമ്മൾ പല സ്ഥലത്തും വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരിക്കാം. അപ്പോൾ അതുതന്നെ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും ആ ഒരു കമ്മ്യൂണിക്കേഷൻ തിരിച്ച് റിപ്ലൈ കൊടുക്കാനൊക്കെ നമുക്ക് കഴിയണ്ടേ. അപ്പോൾ അത് ഇവിടെയാണ് ഇന്ത്യയിൽ മെയിനായിട്ട് വരുന്നത് നമുക്ക് സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേഷൻ പാർട്ട് വരുന്നത്. ബട്ട് നമ്മൾ പുറത്തെ രാജ്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് അവിടെ ചിലപ്പോൾ എന്താ പറയുക പ്രൊവൈഡേഴ്സായിട്ടും അല്ലെങ്കിൽ പല ഹെൽത്ത് കെയർ ടീമായിട്ട് നമ്മൾ ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ പാർട്ട് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഈ പാർട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏറെക്കുറെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിലൂടെ മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഇനീഷ്യൽ ലെവൽ മുതൽ തന്നെ ഫോക്കസ് ചെയ്യേണ്ട ഒരു പാർട്ടാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പാർട്ട്. ഞാൻ പറഞ്ഞല്ലോ അത് കോഡിംഗ് എന്നുള്ളത് മാത്രമല്ല, ത്രൂ ഔട്ട് നമ്മുടെ ലൈഫിൽ ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നൊരു പാർട്ടാണ് കമ്മ്യൂണിക്കേഷൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്
ടൈം മാനേജ്മെൻറ്റ് അല്ലേ. നമ്മളിത് കോഡിംഗ് എന്നുള്ളതല്ല, ഏറ്റവും എന്താ പറയുക നമ്മളെല്ലാം ഫോളോ ചെയ്യേണ്ട ഒരു സിസ്റ്റമാണ് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ലൈഫിൽ ശരിക്കും ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സ്റ്റേബിളായിട്ട് കൊണ്ടുപോകാൻ ഈ ഒരു ടൈം മാനേജ്മെൻറ്റ് നമ്മൾ ഓരോ കാര്യങ്ങളും ഇന്ന സമയത്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് തന്നെ ഫിനിഷ് ചെയ്യുന്നുണ്ടല്ലോ അല്ല. അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്നതാണ് നമ്മളൊരു ലൈഫിൽ ഒരു ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ അത് പോഡ്കാസ്റ്റ് ചെയ്ത് പോവുകയും ചെയ്യും അല്ലെ. നമ്മളൊക്കെ ചിലപ്പോൾ അത് ഫോളോ ചെയ്യുന്നുണ്ടാവും. ബട്ട് ടൈം മാനേജ്മെൻറ്റ് കോഡിംഗ് സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യമേ പ്രാക്ടീസ് ചെയ്യുന്ന ഡിഗ്രി കോഡിംഗ് എക്സാം CPC പോലുള്ള എക്സാമുകളിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് എന്താ, ടൈം മാനേജ്മെൻറ്റ് തന്നെയാണ്. നമുക്കറിയാം, നമുക്കിതൊരു ഓപ്പൺ ബുക്ക് എക്സാമാണ്, നമ്മളതിൽ പുസ്തകമുണ്ട്, നമ്മളോട് പറയാണ് നിങ്ങളിതൊരു 10 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ഈ എക്സാം എഴുതി കഴിഞ്ഞാൽ മതി എന്ന് പറയാണ് അല്ല. അത് നമ്മൾ ചിലപ്പം ഇത് 100-100 നമ്മൾ എന്ത് ചെയ്യും, സ്കോർ ചെയ്യും. ബട്ട് ഇന്ന് ടൈമിനുള്ളിൽ ഫിനിഷ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കുന്നു. കറക്റ്റ് ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മൾ ടൈം സെറ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുവന്നു. സെയിം സിസ്റ്റമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പനികളും ഫോളോ ചെയ്യുന്നത്. ടൈം ടു ടൈം ആയിട്ട് കാര്യങ്ങളില്ലേ, നമ്മൾ വർക്ക് ചെയ്യുന്ന ടൈമിനുള്ളിൽ ഇത്ര ചാർട്ട് നമ്മൾ ഇനീഷ്യൽ ലെവൽ ചെയ്യുന്നു, അതിൻ്റെ എണ്ണം കൂട്ടുന്നു, ഇനീഷ്യൽ ലെവൽ നമ്മൾ ഡമ്മി ചെയ്യുന്നു, എന്താ പറയുക പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ ലെവൽ ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ ടൈം ടു ബേസ് ചെയ്താണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു ടൈം മാനേജ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ സ്കില്ല് നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരും, ചാർട്ടിൻ്റെ എണ്ണം കൂടും. അപ്പോൾ അതിനനുസരിച്ചുള്ള ആക്യുറസിയും കാര്യങ്ങളൊക്കെ നമ്മൾ പെർഫെക്റ്റ് ആയി കൊണ്ടുവരും. ആ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം അതിനനുസരിച്ച് എന്ത് ചെയ്യും, റൺ ചെയ്ത് മുന്നോട്ടേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നമ്മുടെ ലൈഫിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രധാനപ്പെട്ട 7 സ്കില്ലുകൾ നമ്മൾ പറഞ്ഞത്. അപ്പോൾ 1 മുതൽ 7 വരെയുള്ള ഈ ഒരു സ്കില്ലുകൾ നമ്മൾ അറ്റൈൻ ചെയ്ത് നമ്മളത് ഈ ഒരു പാർട്ട് അത് ജസ്റ്റ് ചെയ്ത സ്കില്ല് നേടുക എന്നുള്ളതല്ല. സ്കില്ല് നമ്മളത് എല്ലാവർക്കും സ്കില്ലുകളുണ്ട് അല്ല. ഈ സ്കില്ല് നമ്മൾ മാക്സിമം നമ്മൾ പറഞ്ഞ സ്കില്ലുകൾ മാക്സിമം അപ്പ് ചെയ്യുക. അപ്പോൾ നോളജ് ആണെങ്കിലും എന്താ പറയുക, ഓരോ കാര്യങ്ങളാണ്, ടൈം മാനേജ്മെൻറ്റ് ആണെങ്കിലും ഇതുപറ്റുള്ള കൂടുതൽ ഡെപ്തിലോട്ട് പോവുകയാണെങ്കിൽ എല്ലാം നമ്മളത് കൂടുതൽ പഠിച്ചുകൊണ്ടേയിരിക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഷാർപ്പൻ ചെയ്യുന്നത് നമ്മളെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുക തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ലീഡ് ചെയ്യുക. അപ്പോൾ അത് ആ ഒരു സെൻസ് തന്നെ എന്ത് ചെയ്യുക, നമ്മൾ കരിയറിനെ കാണാം അല്ലേ. അതിപ്പം നമ്മൾ തുടക്കം പറഞ്ഞിട്ടുള്ള അറ്റൻഷൻ ഡീറ്റെയിൽ തൊട്ട് മുതൽ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന ടൈം മാനേജ്മെൻറ്റ് വരെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിലൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഹൈലി കണക്ട് ചെയ്തിരിക്കുന്നത് പേയ്മെൻറ്റ് സിസ്റ്റമായിട്ടാണ് അല്ലെങ്കിൽ പേഷ്യൻ്റ് ഡാറ്റയാണ്. അപ്പോൾ AI പോലുള്ള സിസ്റ്റത്തിന് പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ അല്ലെങ്കിൽ പെട്ടെന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്തൊരു സിസ്റ്റമാണ്. അപ്പോൾ നമ്മൾ പറയാറുണ്ട് ഏതൊരു ഏരിയ ആണെങ്കിലും AI പോലുള്ള സിസ്റ്റങ്ങളൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ എന്താ വെച്ചാൽ പലതരത്തിലുള്ള സോഫ്റ്റ്വെയറും ഇതിനനുസരിച്ചുള്ള മോൾഡ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വരും. ബട്ട് ഇത് കംപ്ലീറ്റ് ഡീൽ ചെയ്യുന്ന പേഷ്യൻ്റ് ഡാറ്റയാണ്, അതുപോലെ തന്നെ പേയ്മെൻറ്റ് കണക്റ്റഡ് ആണ്. അപ്പോൾ ഒരുപാട് ത്രെട്ടാണ് അതിലുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെറിയ ലോസ് പോലും വലിയ റവന്യൂ ലോസ്, ചെറിയ മിസ്റ്റേക്ക് പോലും വലിയ റവന്യൂ ലോസ് ഉണ്ടാക്കുക എന്ന് പറയുന്ന സമയത്തോളം അല്ലേ, ചെറിയ ഇങ്ങനെയുള്ള ഡോളേഴ്സ് ആണെങ്കിൽ വലിയ എമൗണ്ടിലേക്ക് അത് എന്ത് ചെയ്യുക, ലീഡ് ചെയ്യുക, അങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ. അപ്പോൾ അത് ഇറ്റ്സ് നോട്ട് എന്താ പറയുക പ്രാക്ടിക്കലി അപ്ലിക്കബിൾ അല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. നമ്മൾ മാക്സിമം നമ്മുടെ സ്കില്ല് ഷാർപ്പൻ ചെയ്തിട്ട് അതിനനുസരിച്ച് കരിയർ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിൽ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാം. ടേക്ക് കെയർ ആൻഡ് ബൈ.